P2P വഴി എങ്ങനെ USDT വാങ്ങാം എന്ന് നോക്കാം. വെസറിക്സ് ആപ്പ് ഓപ്പൺ ചെയ്യൂ. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് വെരിഫൈ ആയോ എന്ന് നോക്കാം. ഗ്രീൻ ടിക്ക് മാർക്ക് വന്നാൽ വെരിഫൈ ആയെന്ന് അർത്ഥം. ആദ്യം നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. അതിനായി ബാങ്കിംഗ് ആൻഡ് പേയ്മെന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാം. നിങ്ങളുടെ പേര്, അക്കൗണ്ട് നമ്പർ, IFSC കോഡ് എന്നിവ ടൈപ്പ് ചെയ്യുക. പിന്നീട് സബ്മിറ്റ് ഓപ്ഷൻ കൊടുത്ത് യെസ് ക്ലിക്ക് ചെയ്യുക. മൊബൈൽ നമ്പറിൽ വരുന്ന OTP പരിശോധിച്ച് കൺഫേം ചെയ്യൂ. അടുത്തതായി UPI ID കൊടുത്ത് സബ്മിറ്റ് ആൻഡ് സേവ് കൊടുക്കുക. അതും OTP വെച്ച് വെരിഫൈ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആൻഡ് UPI ID ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. മെയിൻ മെനുവിലേക്ക് വന്ന് ഫണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്ത് INR ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക. വെസറിക്സ് P2P ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് USDT വാങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വാല്യൂ ബട്ടണിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള USDT എത്ര വേണമെങ്കിലും കൊടുക്കാം. ഞാൻ 15 USDT ടൈപ്പ് ചെയ്ത് ബൈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. പിന്നീട് കൺഫേം ബൈ കൊടുക്കാം. നമ്മുടെ ബൈ ഓർഡറിന് സെല്ലേഴ്സിനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. 10.19 USDT 941 രൂപ 55 പൈസയ്ക്കുള്ള ഓർഡർ ഓപ്പൺ ആയിരിക്കുന്നു. UPI ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് യെസ് ഐ വിൽ പേ എന്ന ഓപ്ഷൻ കൊടുത്താൽ പേയ്മെന്റ് വിൻഡോ ലോഡ് ചെയ്തു വരും. അവിടെ നമ്മൾ പേയ്മെന്റ് അയക്കാനുള്ള വ്യക്തിയുടെ UPI ID കോപ്പി ചെയ്യാം. ആ UPI IDയിലേക്ക് 941 രൂപ 55 പൈസ അയച്ച് അതിന്റെ സ്ക്രീൻഷോട്ട് താഴെ അപ്ലോഡ് ചെയ്യാം. താഴെ രണ്ട് ഓപ്ഷൻ ടിക്ക് മാർക്ക് ചെയ്ത് ഐ ഹാവ് പെയ്ഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഈ ഓർഡർ അവിടെ കൺഫേം ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യാം. യെസ്, നമ്മുടെ പേയ്മെന്റ് കൺഫേം ആയി. 10.19 USDT നമ്മുടെ വാലറ്റിൽ ആഡ് ആയിരിക്കുന്നു. പുറകിൽ വന്ന് നമ്മുടെ വാലറ്റ് എടുത്തു നോക്കിയാൽ ക്രെഡിറ്റ് ആയതായി കാണാം. സക്സസ്! നമ്മൾ P2P വഴി $10 വാങ്ങിയിരിക്കുന്നു.